മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1000 ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ നെഞ്ചോട് ചേർത്തുയർത്തി നിൽക്കുന്ന ഈശോയുടെ ചിത്രം നോക്കി നാം പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എത്ര ഭാഗ്യം ചെയ്ത കുഞ്ഞാടെന്ന്. എന്നാൽ ആ കുഞ്ഞാടിൻ്റെ യഥാർത്ഥ കഥ ഇങ്ങനെയാണ്. അവൻ ജന്മനാ മുടന്തനായിരുന്നു. കൂട്ടുകാർ പലപ്പോഴും അവനെ അവഗണിച്ചു. കൂട്ടത്തോടൊപ്പം ഓടിയെത്താത്ത അവനെ ഇടയന്മാർ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തു. ഗ്രാമീണ പെൺകിടാങ്ങൾ അവനെ ഓമനിച്ചില്ല. അവസാനം അവൻ്റെ ആശ്രയം ദൈവമായിരുന്നു. അങ്ങനെ അവൻ ബലിയാടുകളോടൊപ്പം ചേർന്നു. എന്നാൽ അവിടെയും അവൻ തള്ളപ്പെട്ടു. വൈകല്യമുള്ളവൻ ബലിക്ക് സ്വീകാര്യനല്ലല്ലോ. നിരാശനായി ദേവാലയ പടവുകളിലൂടെ ഇടറി ഇറങ്ങി വരുമ്പോൾ എതിരെ വന്നവൻ ക്രിസ്തുവായിരുന്നു. ഈശോ അവനെ കരങ്ങളിൽ ഉയർത്തി നെഞ്ചോട് ചേർത്ത് ചുംബിച്ചു. ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം നമുക്ക് പകർന്നു നൽകുവാനാണ്, കാണിച്ചു തരുവാനാണ് ഈശോ വന്നത്. രോഗം മൂലം നമ്മുടെ ജീവൻ ദുർബലമാകുമ്പോൾ നമ്മുടെ ശരീരവും ആത്മാവും സൗഖ്യമുള്ളവരായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയുടെ സൗഖ്യദായക ശുശ്രൂഷയുടെ ഭാഗമായ നമുക്കും സുഖപ്പെടുത്തലിൻ്റെ കൂദാശകളായ കുംഭസാരവും രോഗീലേപനവും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് മനസ്സിലാക്കി തരികയാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ചൻ ഇന്നത്തെ നേഴ്സസ് ടൈമിലൂടെ. ദൈവാനുഗ്രഹപ്രദമായ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛ, വിശുദ്ധ സുവിശേഷത്തിൽ ഈശോ പത്രോസ്ലീഹായ്ക്ക് അധികാരം നൽകുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ വിശുദ്ധ പത്രോസിനോട് പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ പത്രോസിന് നൽകിയ അധികാരം കൈവെപ്പ് ശുശ്രൂഷ വഴി പുരോഹിതർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ അച്ഛൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് സുഖപ്പെടുത്തലിൻ്റെ കൂദാശകളായ രോഗീലേപനവും കുംഭസാരവും ഞങ്ങൾ നഴ്സുമാരുടെ സൗഖ്യദായക ശുശ്രൂഷ മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുവാനായി ഇവിടെ ആയിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അച്ഛാ, സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം നമുക്ക് ദൈവം നമുക്ക് തരുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കും തോറുമാണ് അത് കൂടുതൽ വളരുന്നത്. അപ്പം അതിനൊരു അവസരം ഈ നഴ്സ് മിനിസ്റ്ററി ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. അപ്പം നമുക്ക് ആരംഭിക്കാം. ഓക്കെ അച്ഛാ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക എന്ന്. രോഗികളെയും പാപികളെയും വേദനിക്കുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു ഈശോയെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് സഭ ശ്രമിക്കുന്നതും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ രോഗീ ലേപനത്തെയും കുംഭസാരത്തെയും സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ വേദോടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കൂദാശകൾ എന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന അവസരങ്ങളാണ് ഈ ഓരോ കൂദാശകളും. അപ്പോൾ ഈ ഓരോ കൂദാശകളെയും സഭ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പ്രാരംഭ കൂദാശകളുണ്ട്, ഇതുപോലെ തന്നെ സൗഖ്യദായകമായ കൂദാശകളുണ്ട്, ഒപ്പം തന്നെ ശുശ്രൂഷ നിർവഹണത്തിനായിട്ടുള്ള സർവീസിനായിട്ടുള്ള കൂദാശകളുണ്ട്. അപ്പം ആദ്യത്തെ പ്രാരംഭ കൂദാശകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ നമ്മൾ നോക്കുമ്പോഴേക്ക് ആദ്യം മാമോദീസയുണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ലേപനമുണ്ട്, പിന്നെ വിശുദ്ധ കുർബാന സ്വീകരണം. ഇത് 3ഉമാണ് പ്രാരംഭ കൂദാശകൾ. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ യേശുവിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് കൊണ്ടുവരുന്ന അടുപ്പിക്കുന്ന കൂദാശകൾ എന്നുള്ളതാണ് പ്രാരംഭ കൂദാശകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ടാണ് സൗഖ്യദായകമായ കൂദാശകൾ. എന്ന് വെച്ചാൽ നമ്മുടെ മുറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ ശാരീരികമായ മുറിവുകൾ മാത്രമല്ല, ആത്മീയമായ മുറിവുകൾ, കുറവുകൾ, അവയൊക്കെ സൗഖ്യപ്പെടുത്തുകയും നമ്മളെ വീണ്ടും കർത്താവിലേക്ക് ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന കൂദാശകളാണ് സൗഖ്യദായകമായ കൂദാശകൾ. ഇനി മൂന്നാമതായിട്ടുള്ളത് ശുശ്രൂഷാപരമായ കൂദാശകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സർവീസ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് വിവാഹവും അതുപോലെ തന്നെ തിരുപ്പട്ടവും.
അത് നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലൂടെ ഈ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ടുള്ള കൂദാശകളാണ്. അപ്പം ഈ 3 തരത്തിലാണ് ഈ കൂദാശകളെ തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ 2 പ്രധാനപ്പെട്ട സൗഖ്യദായകമായ കൂദാശകളിൽ നമ്മൾ കാണുന്ന 2 കൂദാശകളാണ് കുമ്പസാരവും രോഗീലേപനവും. അതെ, ചിലപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നഴ്സുമാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തോന്നുന്നു ഈ രോഗിയിലെ സുഖപ്പെടുത്തലിന്റെ കൂദാശകൾ രോഗികളിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് നഴ്സുമാർ. അപ്പോൾ ഈ ലോകമെമ്പാടുമുള്ള അനേക നഴ്സുമാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് അച്ഛൻ്റെ മുൻപിൽ ഇരിക്കുക. അപ്പോൾ ഒത്തിരി പേര് നഴ്സുമാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സമയത്തും ഒക്കെ വരുന്ന ചില സംശയങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇന്ന് അച്ഛനോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതിലൊന്നാമതായിട്ട് അച്ഛാ, ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, കുരിശ് എത്ര ഗൗരവമേറിയതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കുമ്പസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. കഠിന പാപിയായ ഒരു വ്യക്തിയെ നമ്മൾ ശുശ്രൂഷ കൊടുക്കുന്ന സമയത്ത് കണ്ടുമുട്ടുകയാണ്. ആ രോഗി മാനസാന്തരപ്പെട്ടിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ നമ്മുടെ അറിവിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയെ പാപത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈശോ കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈശോയോടുള്ള സ്നേഹം, ഈശോയ്ക്ക് പാപികളോടും രോഗികളോടും പീഡിപ്പിക്കപ്പെടുന്നവരോടുമൊക്കെയുള്ള സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കി ആ വ്യക്തി ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാവുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കലും ഫിസിക്കലി ചലഞ്ചഡ് ആണ്, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ മനസ്സുകൊണ്ട് നന്നായി പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പാപിയാണെന്ന് അറിഞ്ഞ് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാനസാന്തരം ലഭ്യമാണോ? ഒരു സംശയവുമില്ല. കാരണം നമ്മൾ ഈ കൂദാശകളെക്കുറിച്ച്, പ്രത്യേകിച്ച് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് അനുതാപമാണ്. അപ്പം നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവാണ്. അപ്പം ആ ഹൃദയം കാണുന്ന കർത്താവ് നമുക്ക് അനുതാപം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഫിസിക്കലി ചലഞ്ചറാണ്. ഇപ്പം അദ്ദേഹം ഫിസിക്കലി ചലഞ്ചറാണ്, അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധ്യമില്ലെങ്കിൽ, അനുതാപമുണ്ടെങ്കിൽ ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, എന്താണ് നമ്മുടെ ലഘുഭാവങ്ങൾ അത് ആ പശ്ചാത്താപം കൊണ്ട് തന്നെ മാറുമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് അവസരമുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും ഇത് കുമ്പസാരിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മാരഭാവത്തിൽ പോലും അദ്ദേഹത്തിന് പൂർണ്ണമായ അനുതാപമുണ്ടെങ്കിൽ പിന്നീട് അവസരമുണ്ടാകുമ്പോൾ ഏറ്റുപറയാൻ അവസരമുണ്ടാകും, ഞാൻ കുമ്പസാരിക്കുമെന്നൊരു ബോധ്യം കൂടെ ഉണ്ടാകണം. അനുതപിച്ചാൽ വീണ്ടും എനിക്കൊരു അവസരം കിട്ടുകയാണ്, എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, ഞാൻ കുമ്പസാരിച്ചാനേ. പക്ഷേ അങ്ങനെ ഒരു ബോധ്യം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു തന്നെയാണ് പറയുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ഇതെന്താണ്, ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവം ആണ് പാപങ്ങൾ ക്ഷമിക്കുന്നതും, വൈദികൻ ദൈവത്തിൻ്റെ കരങ്ങളുടെ ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പം ശ്ലൈകികമായ പാരമ്പര്യത്തിലൂടെ നമുക്ക് ഈ കൈപ്പൊരി ശുശ്രൂഷ കിട്ടുന്നതൊക്കെ ഈ ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറുവാനായിട്ടാണ്. അപ്പം കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികനാണെങ്കിലും രോഗീലേപനം കൊടുക്കുന്ന ഓരോ കൂദാശ കൊടുക്കുന്ന വൈദികനും യേശുവിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ യേശു കാണുന്നത് അവൻ്റെ ഹൃദയം കാണുന്നവനാണ്. അപ്പം ഒരാളുടെ ഹൃദയം നമുക്ക് മറ്റുള്ളവർക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് പൂർണ്ണമായിട്ട് യേശു അറിയുന്നുണ്ട്. അപ്പം അവൻ്റെ അനുതാപം ദൈവത്തിന് മുമ്പിൽ യഥാർത്ഥമായ അനുതാപമാണെങ്കിൽ ദൈവം പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആശ്വാസം അതാണ് നമ്മൾ വൈദികനെ ആശീർവദിച്ച് നമുക്ക് തരുന്നത്. അപ്പം വീണ്ടും ഒരു അവസരമുണ്ട്, എനിക്കിനി കുമ്പസാരിക്കുക, എനിക്കൊരു അവസരം കിട്ടിയാൽ കുമ്പസാരിച്ചാനെ, അല്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ ശാരീരികമായ ഇതൊക്കെ മാറുമ്പോൾ ഞാൻ കുമ്പസാരിക്കാമെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു നേഴ്സ് എന്ന നിലയിൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടിയാൽ അവർക്ക് ഫിസിക്കൽ ശുശ്രൂഷ കൊടുക്കുന്നതിനൊപ്പം ആത്മീയമായും അവരെ നമുക്ക് ഒരുക്കാൻ സാധിക്കും, അല്ലേ അച്ഛാ? പറഞ്ഞു കൊടുത്ത് പ്രധാനമായിട്ടും ഹീലിംഗിലേക്ക് വരുമ്പോൾ 3 തരത്തിൽ നമുക്ക് ഈ ഒരു ഹീലിംഗിൽ പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് തന്നെ നിങ്ങളുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ശാരീരികമായ ഒരു സൗഖ്യം കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ മാനസികമായ ഒരു സൗഖ്യം. കാരണം നമ്മൾ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ, അപ്പോൾ ആശുപത്രിയിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷ പലരും ഒത്തിരിയേറെ മാനസികമായ വിഷമം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ മാനസികമായ വിഷമം അവരിൽ നിന്ന് നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സാമീപ്യം വഴിയായിട്ടും നിങ്ങളുടെ സംസാരം വഴിയായിട്ടും പല വ്യക്തികളും അറിയാം, ചിലപ്പോൾ ആശുപത്രിയിൽ വരുമ്പോൾ ഒത്തിരിയേറെ ദുഃഖത്തിലായിരിക്കാം, ആരുമില്ല, അല്ലെങ്കിൽ എന്നെ നോക്കാൻ ആരുമില്ലെങ്കിൽ ഈ ദുഃഖം ഈ രോഗം എന്നെ എവിടെ എത്തിക്കും, അല്ലെങ്കിൽ ബാക്കി എൻ്റെ ചിലവ് കാര്യങ്ങൾ എങ്ങനെ. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ മാനസികമായ ദുഃഖത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ സംസാരവും അവരെ മാനസികമായ ഒരു സമാധാനത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും.
ഒപ്പം തന്നെ ആത്മീയമായ ഒരു സൗഖ്യമാണ്. അപ്പോൾ ഈ 3 തലങ്ങൾ, അപ്പോൾ ആത്മീയമായതെന്ന് പറഞ്ഞാൽ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒത്തിരിയേറെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെ എക്സ്പീരിയൻസ് വഴി പറയുന്നത് വഴിയായിട്ട്, പ്രത്യേകിച്ച് ചിലരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ അങ്ങനെ, മറ്റേ നേരത്തെ ഇങ്ങനെ ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കൂദാശയിലൂടെ ഒത്തിരിയേറെ പേർക്ക് എന്താണ് സമാധാനം, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മാറാനും ഒപ്പം തന്നെ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുമ്പം, കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് അവർക്ക് കുറേ കൂടെ മനസ്സിലാകും. അപ്പം കാരണം നിങ്ങൾക്ക് ഒത്തിരിയേറെ പേഷ്യൻസിനെ കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ അനുതാപത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഒത്തിരിയേറെ നന്മകൾ അവർക്ക് അവരുടെ ആ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഹീലിംഗ് ലഭിക്കും, അല്ലെങ്കിൽ ഈ ഒരു സൗഖ്യം ലഭിക്കും. ആ ഒരു സൗഖ്യം പോലും നമ്മളെ ശാരീരികമായ സൗഖ്യത്തിലേക്ക് നയിക്കാം. കാരണം മനസ്സിൻ്റെ വേദന ഒത്തിരിയേറെ നമ്മുടെ രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഈ ഒരു വേദന തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം മനസ്സിലൊരു സന്തോഷമുണ്ടെങ്കിൽ ഈ ഒരു ദൈവം എന്നോട് ക്ഷമിക്കും, ഞാനും ദൈവത്തിന് മുമ്പ് വിലപ്പെട്ടവനാണെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തോഷമായിരിക്കാം. അപ്പം ഈ സഹനത്തിൻ്റെ വേളയിലൂടെ കടന്നു പോകുമ്പോഴും അതവർക്ക് കൂടുതൽ ആ സഹനങ്ങൾക്ക് അർത്ഥം നൽകും. അപ്പോൾ യേശുവിൻ്റെ സഹനം, കുരിശിലെ സഹനം ഏറ്റവും കൂടുതൽ മീനിങ് ആകുന്നതും എൻ്റെ ദൈവം, എൻ്റെ അപ്പ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ ചെയ്യുന്നത് മുഴുവൻ, ഞാൻ ഈ സഹിക്കുന്നത് മുഴുവൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണെന്നുള്ളൊരു തോന്നൽ യേശുവിനുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് എൻ്റെ ആത്മാനെ ഞാൻ അങ്ങേത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ യേശു അവസാനിപ്പിക്കുന്നതും കുരിശിൽ കിടന്ന് മരിക്കുന്നതും ഈ ഒരു ബോധ്യം പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ ചാരയാണെന്നുള്ളൊരു ബോധ്യമാണ്. അപ്പം നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം നൽകുന്നത് ഈ ഒരു ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോഴാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങളുടെ എക്സ്പീരിയൻസ് വഴിയായിട്ട്, അനുഭവങ്ങൾ വഴിയായിട്ട് അവരോട് പറയുമ്പോൾ അത് ഒത്തിരിയേറെ നന്മകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും, ഒരു സൗഖ്യം അവരുടെ ജീവിതത്തിൽ കൊടുക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നഴ്സുമാർ വരട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞു നിർത്തിയ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങിയാണ്. അച്ഛൻ പറഞ്ഞു മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ തന്നെ രോഗങ്ങളിലേക്ക് നയിക്കാം. ഫിസിക്കലി ആയിരിക്കുകയല്ല, പക്ഷെ മനസ്സിന്റെ ചില ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗം വരാം. തീർച്ചയായിട്ടും ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജോലി മേഖലകളിൽ ഒത്തിരിയേറെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടും പല ഡിപ്പാർട്ട്മെന്റുകൾ ടെസ്റ്റുകൾ നടത്തിയിട്ടും ഡോക്ടേഴ്സിനെ കണ്ടിട്ടും മാറാത്ത ചില രോഗങ്ങളുള്ള രോഗികൾ അവസാനം നമുക്ക് മനസ്സിലാവും മനസ്സിന്റെ ബുദ്ധിമുട്ടാണ് അവരെ, അല്ലെ ചില പാപങ്ങളാണ്, എല്ലാമല്ല ചില പാപങ്ങളെങ്കിലും രോഗങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനിട വന്നിട്ടുണ്ട് ഈ നാളുകളിൽ എക്സ്പീരിയൻസിൽ നിന്ന്. അച്ഛാ, അങ്ങനെയാണെങ്കിൽ അക്രൈസ്തവനായ ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കുകയാണ് ചില പാപങ്ങളാണ് ഈ വ്യക്തിക്ക് രോഗത്തിന് കാരണമായിരിക്കുന്നതെന്ന്, നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ ആയിട്ട് സാധിക്കും? ഇപ്പം അക്രൈസ്തവനായ വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഈ ഒരു മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയേറെ രോഗങ്ങളിലേക്ക് നയിക്കും. നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മാനസികമായ ബുദ്ധിമുട്ടുകൾ ചിലപ്പം ഭയമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ചില സാഹചര്യങ്ങളായിരിക്കാം, പിന്നെ പേടിപ്പെടുത്തുന്ന പല അനുഭവങ്ങളായിരിക്കാം. ഇതൊക്കെ നമ്മളെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്കും രോഗങ്ങളിലേക്ക് നയിക്കാം. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസുകൾ വെച്ച് ഈ ഒരു പാപബോധം, അല്ലെങ്കിൽ ഈ ഒരു പാപം നിങ്ങളെ എത്രമാത്രം ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അത് അവരെ നമ്മൾക്ക് കാണുമ്പോൾ ഒത്തിരി ടെസ്റ്റുകൾ നടത്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും നമുക്ക് ചിലരുടെ വ്യക്തികളുടെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ പ്രകൃതി കാണുമ്പോൾ നമുക്കറിയാം എന്തോ അവനെ അലട്ടുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് അയാളോട്ട് ഇടപെടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഫസ്റ്റ് നിങ്ങൾ റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക അവരുമായിട്ട്. ആ റാപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു ബന്ധമുള്ളപ്പോൾ അവർക്ക് കുറേ കൂടി ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ ഷെയറിങ്ങിലൂടെ നിങ്ങൾ കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുഭവം തന്നെയാണ്. അപ്പം ക്രിസ്തുവിനെ നിങ്ങൾ വാക്കുകൊണ്ട് പ്രഘോഷിച്ചില്ലെങ്കിലും അവിടെ പ്രഘോഷിക്കപ്പെടുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ഒരിക്കലും വാക്കുകളെക്കാൾ ഉപരി തൻ്റെ ചെയ്തികൾ കൊണ്ട് സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയാണ്. അപ്പം ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പോലും ഈ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും മാത്രമാണ്, അല്ലാതെ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ക്രിസ്തു ഒരു അത്ഭുതങ്ങളും ചെയ്യുന്നില്ല. അതൊക്കെ എല്ലാം കരുണയുടെ പുറത്ത്. അപ്പോൾ നമുക്കും ആ കരുണയുടെ മനോഭാവം നമ്മൾക്ക് ഉള്ളപ്പോൾ നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മൾ ചെയ്യുന്നതിലൂടെ ദൈവം പ്രവർത്തിക്കും. ആ വ്യക്തിക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കും. അത് ഒത്തിരിയേറെ അനുഭവം നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഉണ്ടാകും. നമ്മൾ പൂർണ്ണമായിട്ട് അവരെ കരുണയോടെ ഒരാളെ കാണുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. അത് ഒത്തിരിയേറെ അനുഭവങ്ങൾ നേഴ്സുമാരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളൊക്കെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ തുടരുമ്പോൾ ഇതൊരു ശുശ്രൂഷയിലുപരി ഒരു കരിയർ ബിൽഡിങ്ങിലുപരി നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയാണ് ലോകത്തിന് വേണ്ടി. അപ്പോൾ അത് ആ നന്മയിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ കരുണ
ആ വ്യക്തിക്ക് ഉണ്ടാകും. ഇപ്പോൾ ക്രൈസ്തവനായ വ്യക്തിയാണെങ്കിലും ക്രൈസ്തവനായ വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ ക്രിസ്തുവിൻ്റെ ആ കരുണ നിങ്ങൾ കൊടുക്കുമ്പോൾ, അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകും. അത് ദൈവം അവിടെ പ്രവർത്തിക്കും. ആ ബോധ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. അതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞൊരു വാക്കാണ്. വിയാനിച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കഠിന പാപിയാണ്, ദൈവത്തിന് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന ചിന്ത പോലും ദൈവദൂഷണമാണെന്ന് വിയാനിയച്ചൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അവിടുത്തെ കരുണയ്ക്കൊരു പരിധി നിശ്ചയിക്കുന്നതാണ്. അവിടുത്തെ കരുണ അനന്തമാണ്, നമുക്കൊരു പരിധി നിശ്ചയിക്കാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ആ കരുണയെക്കുറിച്ച് കാരുണ്യവാനാണ്, വലിയൊരു സ്നേഹത്തിലേക്കാണ് ഈശോ ക്ഷണിക്കുന്നത്, കരുണയാണ് അവിടുന്ന് നമ്മളിലേക്ക് ചൊരിയുന്നതെന്ന് രോഗികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ കടമ, അല്ലേ അച്ഛാ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ദൈവത്തിൻ്റെ കരുണ അത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മളെ മുൻപോട്ട് നയിക്കേണ്ട, അല്ലെ നമ്മൾ ഏത് പാപത്തിൽ കഴിയുന്ന വ്യക്തിക്കും മുൻപോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പം അത് രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നുണ്ട്, ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ പരിധി നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റില്ല. അത് അനന്തമാണ്. അത് ഏത് പാപിയുടെയും പാപങ്ങൾ ക്ഷമിക്കാൻ, നമ്മുടെ പാപം എത്ര മാരകമാണെങ്കിലും അത് ക്ഷമിക്കാൻ അതിലുപരി കരുണ ദൈവത്തിനുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് മനസ്തപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഞാൻ ആ പാപത്തിൽ തുടരുന്നു. അത് നമ്മൾ ആ കരുണയോട് യോജിച്ചു പോകാത്തത് മാത്രമാണ്. ദൈവത്തിൻ്റെ നമ്മളാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. അത് നമ്മളിപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്തു നമുക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ആ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പഴയ നിയമ ആ ഒരു ബോധ്യത്തിൽ നിന്ന് ക്രിസ്തു ദൈവത്തിൻ്റെ കൺസെപ്റ്റ് മുഴുവനായിട്ട് മാറ്റുന്നുണ്ട്. അതുവരെ അവർ ദൈവത്തെ കണ്ടിരുന്നതൊരു ഭരണാധികാരി, തങ്ങളെ ഭരിക്കുന്ന, തങ്ങളുടെ പാപങ്ങൾ നോക്കി വിധിക്കുന്ന, ഇപ്പോൾ തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായി കഴിഞ്ഞാൽ തങ്ങളെ ശിക്ഷിക്കുന്ന ദൈവം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ പ്രവാസത്തിലേക്ക് വിടുന്ന ദൈവം. അങ്ങനെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചു വെച്ചിരുന്നതും ഇങ്ങനൊരു ദൈവത്തെക്കുറിച്ചാണ്. പക്ഷേ ക്രിസ്തു അതിൽ നിന്ന് മൊത്തത്തിൽ അവരെ മാറ്റുകയാണ്. യേശു ദൈവത്തെ വിളിക്കുന്നത് അബ്ബാ പിതാവേന്ന്. അബ്ബ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കൊച്ച് സ്വന്തം അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ ആ ഒരു സ്നേഹം, ഒരു കൊച്ച് അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് എത്രമാത്രം സ്നേഹത്തോടെയാണെന്ന് നമുക്കറിയാം. ആ ഒരു സ്നേഹത്തോടെയാണ് ക്രിസ്തു പിതാവിനെ വിളിക്കുന്നത്. അപ്പം പിതാവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന, അത് ധൂർത്തപുത്രൻ്റെ ഉമ്മയിലാണെങ്കിലും ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ ആ ബാക്കിയുള്ള 99 വിട്ട് അന്വേഷിച്ച് പോകുന്നൊരു ഇതായിട്ട്. അപ്പം അത്രയേറെ കാരുണ്യവാനായൊരു പിതാവിനെ കുറിച്ചാണ് സുവിശേഷം മുഴുവൻ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്, എൻ്റെ ജീവിതത്തിലൂടെ മുഴുവൻ. അപ്പം ദൈവം ആരെയും വിധിക്കുന്നില്ല, വിധി പോലും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത്രമാത്രം കരുണയുടെ ഒരു ഇതായിട്ടാണ് ഈശോ നമുക്ക് ദൈവത്തെ കാണിച്ചു തരുന്നത്. അപ്പം അത്രമാത്രം അനന്തമാണ് ദൈവത്തിൻ്റെ കരുണ. അത് നമുക്കൊരിക്കലും അളക്കാൻ പറ്റില്ല. എത്രയേറെ പാപിയാണെങ്കിലും, എത്രയേറെ മോശമായ പ്രവർത്തികളുള്ളപ്പോൾ അവൻ അനുദപിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൂർത്തപുത്രൻ്റെ ഉപമായി കാണാം. നീ എന്താണ് ചെയ്തതെന്നോ നിൻ്റെ തെറ്റ് അതിനെക്കുറിച്ചൊന്നും അവിടെ ആ പിതാവ് പറയുന്നില്ല. അവനെ കൈനീട്ടി സ്വീകരിക്കുകയാണ്. അവൻ്റെ പാപങ്ങൾ എന്നാതുപോലും ദൈവം ഓർക്കുന്നില്ല. അപ്പം അത്രയേറെ അനന്തമായ കാരുണ്യമാണ് ഈ 2 കൂദാശകളിലും, പ്രത്യേകിച്ച് കുമ്പസാരത്തിലുള്ളത്. അപ്പം അത്രയേറെ അനന്തമായ സാധ്യത ഓരോ വ്യക്തിയുടെ മുൻപിലും കിടപ്പുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാതെ പോകുമ്പോഴും അതിനെതിരെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരിയേറെ തെറ്റുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഈ കരുണയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും, നമ്മൾ ഈ ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം നമ്മുടെ സ്വന്തം അപ്പനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർക്ക് ഈ ഒരു വഴിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരിക്കലും തീർന്നിട്ടില്ല. പലരുടെയും അവസ്ഥയാണ്, ഇനി എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്രയേറെ പാപിയാണെങ്കിലും നമ്മൾ അനുദപിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കുരിശിൽ കിടന്ന ആ വ്യക്തി ഒറ്റ നിമിഷം കൊണ്ടാണ് അവന് അനുതാപമുണ്ടായി അവിടെ ദൈവത്തോടു കൂടെ ആയിരിക്കും. അച്ഛൻ ഈ പറഞ്ഞ ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം, ആത്മഹത്യകൾ കൂടുന്നു, ഡിപ്രഷൻ കൂടുന്നു, കുഞ്ഞു കുട്ടികൾ തൊട്ട് ഒരു ഡിപ്രഷനിലേക്കും എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന ചിന്തകളിലേക്കും ഒക്കെ പോകുന്ന ഒരു സമയങ്ങളാണ്. അപ്പം നമ്മൾ അച്ഛൻ പറഞ്ഞതുപോലെ ഈ കരുണയെക്കുറിച്ച് തിരിച്ചു വന്നാൽ ഏറ്റെടുക്കുന്ന ഒരു തമ്പുരാണ്. ഒന്നും നോക്കാതെ, നമ്മുടെ പാസ്റ്റോ നമ്മുടെ പ്രോബ്ലംസോ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ ഏറ്റെടുക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ടെന്നൊരു ചിന്ത പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഖ്യമായിരിക്കും ഒരു രോഗികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചെന്ന് മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് നമുക്ക് രോഗികളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയായിരിക്കും, പ്രത്യാശയുണ്ട്. കാരണം ഈ പ്രത്യാശയാണ് നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത്. കാരണം നമുക്കൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സാധ്യത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇന്നത്തെ ലോകം പറയും ഒന്നെങ്കിൽ ഡോക്ടറാകുക, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ കരിയർ ബിൽഡ് ചെയ്യുക, ഒത്തിരി അവർ സമ്പാദിക്കുക. പക്ഷേ ഇതിനൊന്നും നമുക്കൊരു ഉറപ്പില്ല. പക്ഷേ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കും. പക്ഷേ അതിന് എത്രമാത്രം നമ്മൾ ഒരുങ്ങുന്നുണ്ടെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഏറ്റവും ലീസ്റ്റ് വെറീഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം ഇത്. അപ്പം അത് ഒരു രോഗി, ഇപ്പോൾ രോഗി എന്ന ഉപരിയിൽ ഏത് വ്യക്തിയാണേലും അവൻ്റെ കുടുംബത്തിൽ നിന്ന്, ഇപ്പം നഴ്സുമാരും അതുപോലെ തന്നെ ഒരു കുടുംബസ്ഥരാണെങ്കിൽ പോലും ഈ ഒരു കരുണ പ്രഘോഷിക്കേണ്ടത് ഒരു കുട്ടിയുടെ ജനനം മുതൽ നമ്മൾ ഈ കരുണ പ്രഘോഷിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ അവസ്ഥ വരില്ല. പക്ഷെ പലപ്പോഴും തെറ്റിലേക്ക് വീണ് കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷേ കുടുംബത്തിൽ ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നന്മകളുണ്ടാകും. പക്ഷേ ആ ഇന്നത്തെ ലോകത്തിൻ്റെ സാഹചര്യവും തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. നമ്മൾ തെറ്റിൽ വീണ് പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതൊരു വലിയൊരു സുവിശേഷ പ്രഘോഷണ സ്ഥലമാണ് ഈ ഒരു നേഴ്സസ് മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് മറ്റവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, സാക്ഷി നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തു എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരി ഫ്രാൻസിസ് അസിസി പറയും, നിങ്ങൾ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് ആൾക്കാർക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ പ്രവർത്തനവും കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എന്നും ദൈവത്തിൻ്റെ കരുണ എന്നും വരെയുള്ളതാണ്. ഒരിക്കലും അത് നിറം മങ്ങുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നതല്ല. അത് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന എന്നും പുതിയതായിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. അച്ഛനീ പറയുമ്പോഴാണ് എത്ര സമുന്നതമാണ് ഈശോ നമ്മളെ വിളിച്ച ഈ ശുശ്രൂഷ മേഖലയെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അച്ഛൻ പറഞ്ഞല്ലോ, ഒരു സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ശുശ്രൂഷ മേഖലയിലൂടെ തുടരാൻ പറ്റുന്ന ഒരു വെളിയിലേക്കാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കുമുള്ള കൃപ ഈ നിമിഷം തന്നെ എല്ലാവരിലും നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ മുമ്പ് പറഞ്ഞ് 2 ഉപമകൾ പറഞ്ഞു. കാണാതായ ആടിന്റെ ഉപമയും ധൂർത്തപുത്രന്റെ ഉപമയും. തീർച്ചയായും 99 ആടുകളെ ഇവിടെ നിർത്തിയിട്ട് കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ച് വരുന്ന ഒരു ഈശോയുണ്ട്. അതിനപ്പുറം ധൂർത്തപുത്രന്റെ ഉപമയിൽ പോയ മകനെ, ധൂർത്തനായി ഇറങ്ങിപ്പോയ മകനെ തിരിച്ചു ചെന്ന് വിളിക്കുന്നില്ല. പക്ഷെ അവൻ തിരിച്ചു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, സ്നേഹത്തോടെ, ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. അതായത് എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ തിരിച്ചു വരാൻ വേണ്ടി അവിടുന്ന് നമ്മെ കാത്തിരിക്കുന്നുണ്ട്, വിളിക്കാതെ തന്നെ. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കുമ്പോൾ വെച്ചാൽ ചില രാജ്യങ്ങളിൽ അത് നമുക്ക് കുംഭസാരം, കൂദാശകള് ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത, അതായത് നിയമങ്ങൾ മൂലമോ മറ്റോ അങ്ങനെ ഒരു സാഹചര്യമില്ലാത്ത പല സാഹചര്യങ്ങളിലും വർക്ക് ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ പെടുന്ന രോഗികളുണ്ട്. അപ്പം ഞാനും അങ്ങനെയുള്ളൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ അവസരം വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്ത് ജോലിയുടെ സമ്മർദ്ദത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യാൻ, ഒന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ജീവിക്കുമ്പോൾ ഈശോയിലേക്ക് തിരിച്ചു ചെല്ലാൻ, ഈ കുമ്പസാരം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഈശോയോട് നമ്മുടെ പ്രായശ്ചിത്തം, നമ്മുടെ പശ്ചാത്താപം, നമ്മുടെ ഷെയറിങ് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഈ കുദാശ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒത്തിരിയേറെ പേര് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണിത്. ഇപ്പം കുമ്പസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ഈ പാപങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഇത് ഞാനൊരു പാപിയാണല്ലോ എന്നൊരു തോന്നൽ എപ്പോഴും നമുക്ക് ഉണ്ടാകും. അപ്പം സഭ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്താ, നിങ്ങൾക്ക് പൂർണ്ണമായ അനുതാപം ഉണ്ടാകുക. ആ പൂർണ്ണമായ അനുതാപം ഉള്ളപ്പോൾ നമ്മുടെ ലഘുപാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടിരിക്കും. മാരകപാപങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ അത് ക്ഷമിക്കപ്പെടും. പക്ഷേ നമ്മൾ ഇത്രയൊരു ബോധ്യം നമുക്കുണ്ടാകും, ഇനി എനിക്ക് ഒരവസരം ഉണ്ടാകുമ്പോൾ ഞാനിത് ഏറ്റു പറയും. തീർച്ചയായിട്ടും. അപ്പം ഏത് പാപങ്ങളാണേലും ഇനി ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഞാനത് ഏറ്റു പറയും. അപ്പം ആ ഒരു ബോധ്യത്തോടു കൂടെ പൂർണ്ണമായി അനുതാപമുണ്ട്, ഈ പാപത്തിൽ നിന്ന് ഞാൻ മാറി ഇനി ഞാൻ ഒപ്പം തന്നെ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും പ്രായശ്ചിത്തങ്ങൾ, പ്രവൃത്തികൾ ചെയ്യുക. ആ സമയത്ത് നമുക്ക് പറ്റും ഒരാളെ സഹായിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരാൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ഞാനായിരിക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ ക്ഷമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ക്ഷമിക്കുന്നതാകാം. അപ്പം അങ്ങനെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ നമുക്ക് അനുതാപം ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അനുതാപം ഇല്ലാതെ നമ്മൾ പോയി കുമ്പസാരിച്ചാലും അവിടെ പാപമോചനം ലഭിക്കുന്നില്ല. അനുതാപം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാപം ലഭിക്കുന്നുള്ളൂ. ഞാൻ വീണ്ടും ഈ പാപത്തിൽ തുടരും. നമ്മൾ കടയിൽ പോയി സാധനം കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമല്ല ഇത്, പൈസ കൊടുത്താൽ എനിക്കിന്നത് കിട്ടും, ഇല്ല, അങ്ങനെ എന്നല്ല. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. അപ്പം ആ അനുതാപം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഘുപാപങ്ങൾ അന്നേരം തന്നെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ പുരോഹിതത്തിന് മുമ്പിൽ ഏറ്റു പറയുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ ഏറ്റു പറയുന്നത് അത് പൂർണ്ണമായിട്ട് നമുക്കൊരു ബോധ്യമുണ്ടാകും. നമുക്ക് വീണ്ടും ആ രക്ഷയിൽ, ക്രിസ്തുവിൻ്റെ ആ കരുണയിലേക്ക് വീണ്ടും നമ്മൾ ചേർക്കപ്പെടുകയാണ്. അപ്പം
നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകുക, നമ്മൾ പൂർണ്ണമായിട്ട് അനുദപിച്ച് നമ്മൾ വീണ്ടും എന്താണ് അതിന് വേണ്ട പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈശോയും ഞാനുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരികയും നമ്മുടെ മനസ്സുകൊണ്ടുള്ള പശ്ചാത്താപം, ആ ഒരു വിഷമങ്ങൾ എല്ലാം ഈശോയോട് സംസാരിച്ച് പിന്നീട് നമുക്കൊരു അവസരം കിട്ടുമ്പോൾ കുമ്പസാരം എന്ന കൂദാശ ഏറ്റെടുക്കുക, അതിനൊപ്പം ദാനധർമ്മം അങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് അതിന് പ്രായശ്ചിത്തം ചെയ്യുക കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.